ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കണ കപ്പ പുട്ടുമായിട്ടാണ്. അതിനകത്ത് ഇച്ചിരി തേങ്ങ വേണം, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെ കപ്പ. ഇത് മൂന്ന് മാത്രം മതി കപ്പ പുട്ട് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ. പിന്നെ ഈ കപ്പ നന്നായിട്ട് ചിരകി എടുക്കണം. ഇതുണ്ടാക്കാൻ കാരണം അമ്മ രാവിലെ കടയിൽ പോയപ്പോൾ കപ്പയാണ് മേടിച്ചിട്ട് വന്നത്. എപ്പോഴും അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ കൊണ്ട് പുട്ട് കഴിച്ച് മടുത്ത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് കപ്പ പുട്ടായാലോ എന്ന് ഓർത്ത്. കുറച്ച് ദിവസം മുമ്പേ ഇങ്ങനെ കപ്പപ്പുട്ട് ഇങ്ങനെ വീഡിയോയിൽ കണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പുറത്തത് അങ്ങോട്ടൊന്ന് നോക്കിയാലത്. അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങി. ഇനി നമ്മൾ ചീകി വെച്ച എല്ലാം കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു ഉണങ്ങിയ കോട്ടൺ തുണി അല്ലെങ്കിൽ തോർത്ത് എന്തെങ്കിലും കൊണ്ടിങ്ങനെ പിഴിഞ്ഞ് ആ കപ്പയുടെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ കപ്പ മാത്രം അങ്ങോട്ട് എടുക്കണം. വെള്ളം കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച കപ്പയില്ലേ, അതിങ്ങനെ എടുക്കണം. ഇതുപോലെ കണ്ട. എന്നിട്ട് ഇതിങ്ങനെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചൊന്ന് റെഡിയാക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പീര ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് ആദ്യം കുറച്ചിട്ടിട്ട് കുഴക്കണം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കപ്പയിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവും, നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞാലും ആ വെള്ളം തന്നെ മതി. അത് വെച്ച് ഇങ്ങനെ കുഴച്ച് പിന്നെ ഇച്ചിരി കൂടെ അരിപ്പൊടി പോരെങ്കിൽ ഇട്ട് ഒന്നുകൂടെ കുഴച്ച് നമ്മുടെ അരിപ്പുട്ടും ഗോതമ്പുട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ആ ഒരു പരുവത്തിലാക്കി വെക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടേക്കണം. നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ എന്തിനും ഉപ്പ് വേണമെന്ന്. അതിനനുസരിച്ച് അങ്ങോട്ട് ഉപ്പിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ കപ്പയിൽ വെള്ളം ഉള്ളതുകൊണ്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നല്ലപോലെ കുഴച്ച് ആ ഒരു പുട്ടിൻ്റെ പരുവത്തിലാക്കി എടുത്താൽ മതി. കണ്ട, ഇപ്പം നമ്മുടെ പൊടിയും കപ്പയും പീരയും കൂടി ഇട്ട് നമ്മൾ കുഴച്ചത് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇച്ചിരി പീര ഇട്ടിട്ട് പുട്ടുണ്ടാക്കണം. നിങ്ങൾക്കറിയാമല്ലോ. ഇച്ചിരി പീരയിട്ട് അതിലേക്ക് കുറച്ച് കപ്പയും പൊടിയും കൂടെ കുഴച്ചതിട്ടിട്ട് പിന്നെയും കുറച്ച് പീരയിട്ട് പിന്നെയും കുറച്ച് പുട്ടിൻ്റെ പൊടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണം. ഞാനും ആദ്യം വിചാരിച്ച് കപ്പപ്പുട്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഇപ്പം എല്ലാം മനസ്സിലായ വലിയ പണിയൊന്നുമില്ല. നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കപ്പ ഇട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ പൊടിയും പീരയും എല്ലാം ഫുള്ള് ലെവൽ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ച് കുറച്ച് ആവി വരട്ടെ. ആവിയൊക്കെ നല്ലപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാകും. കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണം. ടേസ്റ്റ് ആയിരിക്കും. അത് പിന്നെ പറയണ്ടല്ലോ, ഞങ്ങളെല്ലാം ഉണ്ടാക്കാം. പുട്ട് റെഡിയായി കുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഗൈസ്, വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.